ഈ പിഞ്ചു കുഞ്ഞിന് ഒരു അമ്മ ആവശ്യമായിട്ടുണ്ട്. ഞാൻ അതാണ് നിങ്ങളോട് പറയുന്നത്. ഈ പൊന്നോമന പുത്രന് ഇവനൊരമ്മ ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രേണുസുതിയെ കുറിച്ചാണ്. അതായത് ബിഷപ്പ് നോബൽ ഫിലിപ്പ്, അതായത് റീസെൻ്റ്ലി രേണുസുതിയുടെ വീട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് റീസെൻ്റ്ലി പുള്ളിക്കാരൻ ഇപ്പോൾ എയറിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം. അത് എന്തുകൊണ്ടാണ് എയറിലാണുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തു. അതായത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ പണ്ട് രേണുസുതിയെ എതിർത്ത ഒരാളാണ് ഈ ബിഷപ്പ് നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛൻ. ഈ അച്ഛനാണ് രേണുസുതിക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തത്. എന്തായാലും ഈ അച്ഛനും രേണുസുതിയും പണ്ട് നല്ല ടേംസിലില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ സൗഹൃദത്തിലാണ് പോകുന്നത്. പക്ഷേ അത് കുറച്ച് പേർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ചിലവർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് അച്ഛന് ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഭയങ്കര വീഡിയോസും കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ പേരിൽ ഇറങ്ങുന്നുണ്ട്. അത് മാത്രമല്ല, രേണുസുതിയുടെ സഹോദരി റീസെൻ്റ്ലി ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് രേണുസുതി എടുക്കുന്ന മരുന്നിന് ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്നതെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അതിനകത്ത് ബില്ല് സഹിതവും വിത്ത് മരുന്നിൻ്റെ പേരുൾപ്പെടെയാണ് ആ വീഡിയോയിൽ പുള്ളിക്കാരി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. ആ വീഡിയോ ഇറങ്ങിയതിന് ശേഷം, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ മരുന്നിൻ്റെ വില കറക്റ്റ് നമുക്ക് 2 ലക്ഷം രൂപ അടുപ്പിച്ചുകൊണ്ട് പുള്ളിക്കാരി പറയുന്നതൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലാവും. അത് ഹോസ്പിറ്റലിൽ കുറേ പേര് എൻക്വയറി ചെയ്ത് നോക്കി, ആ ഡീറ്റെയിൽസ് വെച്ച് എൻക്വയറി നോക്കിയപ്പോഴും ആ വില തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്നിട്ടും കുറേ പേര് പറയുന്നത് അത് എ ഐ ആണ്, മാങ്ങാത്തൊലിയാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാർക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അവരെയൊക്കെ എന്ത് പറയാനാണ്? എന്തായാലും രേണുസുതിയുടെ സഹോദരി എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇന്ന് ഡിസ്ചാർജ് ആയി വന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെഡിസിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു എല്ലാവരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ബ്ലോഗേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ബില്ല് അത് എ ആണെന്നും അങ്ങനെ ഞങ്ങളത് ഉണ്ടാക്കിയതാണെന്നും ഒക്കെ പറയുന്നു. പക്ഷേ അതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കാരണം അത് ഞങ്ങളുടെ സാഹചര്യം കൊണ്ടാണ് ആ ബില്ല് ഞങ്ങൾക്കത് പറയേണ്ട പോലും വന്നത്. കാരണം രേണുവിന് ക്യാൻസർ എന്ന രോഗമില്ലെന്നും പിന്നെ ആ ബില്ല് എ ആണെന്നും ഉണ്ടാക്കിയതാണെന്നും മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയാണെന്നും ഒക്കെ ഇതുപോലെ സമൂഹ മാധ്യമത്തിൽ കൂടി ചില വ്ളോഗേഴ്സ് നിരന്തരം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ആ ബില്ലിനെ കുറിച്ചും ആ മെഡിസിനെ കുറിച്ചും പറയേണ്ട സാഹചര്യം ഉണ്ടായത്. ആ വ്ളോഗർ ആരാന്ന് പറയേണ്ട ആവശ്യമില്ല. അതായത് ഷെഫീന ബീവി, അതായത് പുള്ളിക്കാരി, അതായത് രേണുസുതിയുടെ ഒരു ശത്രു എന്ന് പറഞ്ഞാൽ, അതായത് ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ കൊടുക്കലെന്ന്. അതായത് പുള്ളിക്കാരിക്ക് അതായത് ചാവാൻ കിടന്നാൽ പോലും ഈ പുള്ളിക്കാരി വെറുതെ വിടില്ല. ആ ടൈപ്പായിട്ട് പുറകെ നടന്ന് ഇങ്ങനെ ഞണ്ട് ഇറുക്കുന്ന പോലെ പുറകെ നടന്ന് ഇറക്കിക്കൊണ്ടിരിക്കുക. അതായത് പുള്ളിക്കാരി ആ കയ്യിൽ, അതായത് പുള്ളിക്കാരി പറയുന്നത് ഇവളുടെ സഹോദരിയുടെ പുള്ളിക്കാരി ഓരോരോ വീഡിയോ ഇറക്കുന്ന സമയത്ത് അവളുടെ സഹോദരി പുതിയ നാടകമായിട്ട് വന്നു, അങ്ങനത്തെ ടൈപ്പ് ഓരോരോ കാര്യങ്ങളാണ് പറയുന്നത്. കുറേ ഫ്രോഡ് ടൈപ്പായിട്ട് ബില്ലുകൾ, അതായത് ഇതൊക്കെ എ ഐയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന ബില്ല്? അത് പുള്ളിക്കാരി നാച്ചുറലായിട്ട് പുള്ളിക്കാരി ഓരോ കാര്യം കഴിഞ്ഞ് വിത്ത് മരുന്നിൻ്റെ പേര് ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ആ മരുന്നിൻ്റെ പേര് ആ വീഡിയോയിൽ ആ മരുന്നിൻ്റെ പേര് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ആ മരുന്നിൻ്റെ പേര് അപ്പാടെ നിങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് ഗൂഗിളിലോട്ട് അങ്ങോട്ട് വെക്കുക. ആ ഗൂഗിളിൽ എത്ര മരുന്നാണ്, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പേസ്റ്റ് ഉണ്ട്, ഏകദേശം 1.5 ലക്ഷം തൊട്ട് ഏകദേശം 5 ലക്ഷം രൂപ വരെ വിലയുള്ള മരുന്നുകളുണ്ട് ആ സെഗ്മെൻറ്റ്സിൽ. എന്നിട്ടും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രേണുസുതിക്ക് ഫ്രീ ആയിട്ട് അത് കിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണല്ലോ അവർ ബില്ലടയ്ക്കുന്നത്. പിന്നെ കുറേ പേര് 5000 രൂപയ്ക്ക് ഈ മരുന്ന് കിട്ടുമെന്ന്, അതും അവർ വ്യക്തമായ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. 5000 രൂപയ്ക്ക് കിട്ടുന്ന സ്ഥലം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് മേടിച്ചോളാം. ഈ 2 ലക്ഷം രൂപ വിലയുള്ള മരുന്ന് നിങ്ങൾ 5000 രൂപയ്ക്ക് ഏത് കടയിൽ നിന്നാണ് മേടിച്ച് ആ കടയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് മേടിച്ചോളാം എന്ന് പുള്ളിക്കാരിയും പറയുന്നുണ്ട്. വേറൊരു രോഗിയെ കുറിച്ച് കുറ്റം പറയാൻ അവർക്ക് പറ്റില്ല. വീണ്ടും ആൾക്കാർ അവളെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിൽ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് രേണു എന്തിനാണ് മറ്റ് ഇന്റർവ്യൂ കൊടുക്കുന്നത്, മറ്റു മീഡിയയിൽ എപ്പോഴും സംസാരിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, രേണുവിന്റെ സ്വന്തം ഒരു ചാനലിൽ രേണുവിന് പറയാനുള്ളത് പറഞ്ഞാൽ പോരെയെന്ന് നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്നവർ. ഇപ്പോൾ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകുന്നത്. കാരണം നിങ്ങളന്ന് പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. അതൊരു പെയിൻ കില്ലറോ അങ്ങനെയുള്ള മെഡിസിൻ ഒന്നും അല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിനാണ്. അത് അന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ 6 കീമോ കഴിഞ്ഞ് വീണ്ടും അത് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ട സാമ്പത്തികം വേണം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഈ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ക്യാൻസർ ഇല്ലെന്നും മെഡിസിൻ്റെ ബില്ല് കള്ളത്തരമാണെന്നും ഒരുപാട് പേര് ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അവർക്ക് ഇത് മനസ്സിലായിട്ടാണോ അതോ അവർക്ക് മനസ്സിലായിട്ടും റീച്ചിന് വേണ്ടി അവർ കാണിക്കുന്നതാണോ എന്ന് ഞാൻ ഇപ്പോഴും വേറെ കുറേ പേരുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വയ്യാഞ്ഞിട്ടും എന്തിനാണ് രേണുസുതി യൂട്യൂബിൽ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത്, അതായത് രേണുസുതി വീഡിയോ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവർക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റും ഫുഡിനും ബാക്കിയുള്ളതിൻ്റെ ഒക്കെ പൈസ നിങ്ങൾ അയച്ചു കൊടുക്കുമോ? വേറെ ആരെങ്കിലും അയച്ചു കൊടുക്കുമോ? ഈ പറയുന്ന സോ കോൾഡ് യൂട്യൂബേഴ്സ് അയച്ചു കൊടുക്കുമോ? ഇല്ല.
അവരുടെ സോഴ്സ് ഓഫ് ഇൻകം അവരെ ഒപ്പിക്കണം. അവർക്ക് അവർ ചെറിയ രീതിയിലാണെങ്കിലും അല്ലറ ചില്ലറ വീഡിയോ ചെയ്യുന്നതിന് ഇപ്പം എന്താ തെറ്റ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കിപ്പോൾ അതിലൂടെ ഇപ്പോൾ ഈ രേണു ഇപ്പോൾ നല്ല കീമോയിലൊക്കെ പോകുക, നല്ല ഡിപ്രഷനിലൊക്കെ ആയിരിക്കും പുള്ളിക്കാരി, ലൈഫിൽ നല്ല ഡിപ്രഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരിക്ക് അതൊരു റിലാക്സേഷൻ പോലെ തോന്നിക്കഴിഞ്ഞാൽ അതിൽ ചെയ്യുന്നതിൽ എന്താ തെറ്റ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ 5 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ ICUവിലായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാനിപ്പം, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ പ്രാർത്ഥന കൊണ്ട് ഞാനിപ്പോൾ തിരിച്ചു വന്ന് ഡിസ്ചാർജായി. അതുപോലെ രണ്ടാമത്തെ കീമോയാണ് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കീമോയെക്കാളും കൂടുതലും ഭയങ്കരമായിട്ട് ശരീരത്തിന് ഭയങ്കര അസ്വസ്ഥതയും ക്ഷീണവും ഛർദിലും ഒക്കെ ആയിരുന്നു, വേദനകളും എല്ലാം ആയിരുന്നു. രണ്ടാമത്തെ കീമോ കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് നല്ല വയ്യായികയും ഛർദിലും ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇനി കുറേ പേര് രേണുസുതി ഇതൊക്കെ ഭയങ്കര ഓവർ ആക്ടിങ് ചെയ്യാന്ന് പറയുന്നവരടുത്ത് ഇവരൊക്കെ അങ്ങോട്ട് മാറ്റി നിർത്താം. വേറൊരു പയ്യൻ ഇൻഫ്ലുവൻസർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് പുള്ളിക്കാരൻ ഒരു ബോഡി ബിൽഡർ, പുള്ളിക്കാൻ ഇതേപോലെ ഒരു ക്യാൻസർ വന്നതിന് ശേഷം പുള്ളിക്കാൻ അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്ത് പുള്ളിക്കാൻ അതിൽ നിന്ന് റിക്കവർ ആയി പുള്ളിക്കാരന് വീണ്ടും ക്യാൻസർ വന്നു. പുള്ളിക്കാരൻ രേണുസുതിയെ റിയാക്ട് ചെയ്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് രേണുസുതിയെ കുറിച്ച് പറയുന്നത് ആ വീഡിയോ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. എന്നെ അവഗണിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എന്റെ വരുമാന മാർഗ്ഗമാണ് വേറെ വഴി. സമയം കുറച്ച് ദിവസം വീഡിയോ ചെയ്യുന്നു ഹോസ്പിറ്റലിൽ കുറച്ച് തിരക്കിലൊക്കെ ആയതുകൊണ്ട് ഈ വീഡിയോ ചെയ്യാൻ പറ്റില്ല. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ കുറേ പേര് ചേച്ചി ട്രീറ്റ്മെന്റ് ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചേച്ചിക്ക് അസുഖമില്ലെന്നുള്ള വീഡിയോസ് പോസ്റ്റേഴ്സ് ഒക്കെ ഇടുന്നത്. ചേച്ചിയാണെങ്കിൽ ഞാൻ ഓപ്പോസിറ്റുള്ള വീഡിയോസ് ഇടുന്നത്. ഇതൊക്കെ ഏറ്റവും വലിയ കമന്റ് സെക്ഷനാണ്. ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ഒരു കാര്യം ആലോചിക്കുക. സംഭവം ചേച്ചി ഇമോഷണൽ വീഡിയോസും ബോഡിയായിട്ട് വീഡിയോസ് ഒക്കെ ഇടാറുണ്ട്. പക്ഷേ കീമോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമോഷൻസ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും വലിയ അസുഖം വന്നിട്ട് ആ ചേച്ചിക്ക് അതിൽ റിക്കവർ ആവാൻ അല്ലെങ്കിൽ സമാധാനം കിട്ടാൻ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്നുള്ളതാണെങ്കിൽ അതാണ് ചെയ്തോട്ടെ അല്ല വിചാരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് പോയി ചാവാൻ നല്ലത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്യാൻസർ വന്നിട്ട് നീന്തിനാണ് സന്തോഷം വീഡിയോ ഇടുന്നത്. ഇങ്ങനത്തെ കമന്റ്സ് ഇടുമ്പോൾ ഇപ്പോൾ ചേച്ചി എടുക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവർ 2-3 കീമോ കഴിയുമ്പോൾ ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ലെങ്കിൽ കീമോ എക്സ്പീരിയൻസ് വന്ന ഒരാൾ നൽകി പറയാതിരിക്കാൻ വയ്യ. നമുക്കല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആൾക്ക് വന്നാലേ ഇതിന്റെ ഡെപ്ത് മനസ്സിലാവും. സോ ആ ചേച്ചി വീഡിയോസ് ഇഷ്ടമില്ലെങ്കിൽ ആ വീഡിയോ മൊത്തം കണ്ട് ആ വീഡിയോ കമന്റ് ചെയ്യുന്ന സമയം പോലും വേണ്ട, സ്ക്രോൾ ചെയ്ത് കളയാം. പിന്നെ ചേച്ചി വീഡിയോസ് ഇഷ്ടമുള്ള മാത്രം കാണാം, അല്ലാതെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കമന്റ്സ് കിട്ടിയ ഒരാൾ ഇമോഷൻ വെച്ച് കളിക്കരുത്, പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യന്റ്. രേണുസുധീർ ഈ ഒരു സിറ്റുവേഷൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ ഈ പുള്ളിക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. പുള്ളിക്കാരൻ ഇതിൽ നിന്ന് കീമോ ഒക്കെ ചെയ്ത് കംപ്ലീറ്റ്ലി റിക്കവറായി വന്നതിന് ശേഷം പുള്ളിക്കാരൻ വീണ്ടും ചെറിയൊരു ഗ്രോത്ത് പോലെ വന്നു, വീണ്ടും ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ചു, വീണ്ടും പുള്ളിക്കാരൻ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു സ്ഥിതി വന്നു. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ വരെ പറഞ്ഞു, അതായത് ഒരു 2-3 കീമോ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മാനസിക നിലയും പിന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യനിലയും ഭയങ്കരമായിട്ട് വേഴ്സ് ആവും. പിന്നെ ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ഈ പഴയ പോലെ നമുക്ക് അങ്ങനെ ചിരിച്ച് കളിച്ച് നടക്കണമെന്നില്ല. പിന്നെ പുള്ളിക്കാരിക്ക് അതേപോലെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ റിലാക്സേഷൻ കിട്ടണമെങ്കിൽ ചെയ്യട്ടെ, അതല്ലേ എനിക്കും പറയാനുള്ളൂ. അതായത് ഇവരുടെ വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ രേണുസുധി എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഇവരുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് ഈ ഫുൾ വീഡിയോ ഇരുന്ന് കുത്തിയിരുന്ന് കണ്ട് നെഗറ്റീവ് ഇതേപോലെ ചത്തു മരിച്ചു പോകുന്ന നല്ലതെന്നൊക്കെ കമൻറ്റ് ഇടുന്ന പോലെ ഒന്നെങ്കിൽ അത് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് വിടുക, അല്ലെങ്കിൽ അതിനകത്ത് റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ഉണ്ട്, ആ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അതിലങ്ങോട്ട് നെക്കിക്കഴിഞ്ഞാൽ പിന്നെ രേണുസുധിയുടെ ഇതേ വരുന്നത്, അല്ലെങ്കിൽ രേണുസുധി എന്ന് പറഞ്ഞ അക്കൗണ്ട് നോട്ട് ഐ ഡോണ്ട് ലൈക്ക് ദിസ് ടോപ്പിക് അല്ലെങ്കിൽ ഡോണ്ട് സജസ്റ്റ് മീ എനി ടോപ്പിക് റിലേറ്റഡ് ടു രേണുസുധി എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രേണുസുധി റിലേറ്റഡ് ഒരു ടോപ്പിക്ക് നിങ്ങളുടെ ഫീഡിൽ വരില്ല. പിന്നെ ചില സോൾ കോൾ യൂട്യൂബേഴ്സ് എപ്പോഴും പറയും എനിക്ക് രേണുസുധിയെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, പക്ഷേ സാഹചര്യം കൊണ്ട് അങ്ങ് റിയാക്ട് ചെയ്ത് പോകുന്നതെന്ന് പറയും. അത്രയും കഷ്ടപ്പെട്ട് റിയാക്ട് ചെയ്യുന്ന എന്തിനാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ രേണുസുധി ഫാനോ കാര്യങ്ങളൊന്നും എനിക്ക് രേണുസുധിനെ അങ്ങനെ ക്യാരക്ടറായിട്ട് എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പക്ഷേ ഈ ഒരു കേസിൽ പുള്ളിക്കാർ ഇതേപോലെയായിട്ട് ഭയങ്കരമായിട്ട് ഈ പുള്ളിക്കാർ രോഗം ബേസ് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതേപോലെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഇനി അച്ഛൻ്റെ വീഡിയോയും കൂടെ കാണാം. അതായത് അച്ഛൻ റീസെൻ്റ്ലി അത് ഇന്നലെ ഞാൻ തോന്നുന്നു പുള്ളിക്കാരുടെ വീട്ടിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രാർത്ഥന ബേസ് ചെയ്തിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ നേരെ രേണുസുധിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, എന്തായാലും പ്രാർത്ഥിക്കാനായിട്ട്, പുള്ളിക്കാരുടെ ആരോഗ്യനിലയൊക്കെ ഒന്ന് മെച്ചപ്പെടാനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ വീഡിയോയും കൂടെ ഒന്ന് കാണാം. ഒരു വിഭാഗം ആൾക്കാർ അന്നെ പ്രൈസ് ചെയ്യുമായിരുന്നു, അയ്യോ ബിഷപ്പ് അങ്ങനെ ഇങ്ങനെ എന്ന് വളരെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയാനാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരായുസിലേക്ക് വരുത്തി ഈ പിഞ്ചു കുഞ്ഞിന് ഒരമ്മയെ ആവശ്യമായിട്ടുണ്ട്. ഞാനതാണ് നിങ്ങളോട് പറയാം, ഈ പൊന്നോമന പുത്രന് ഇവനൊരമ്മ ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ആ കുഞ്ഞിനെ അവനെ നല്ല രീതിയിൽ അവനിപ്പോൾ 6 വയസ്സേ ഉള്ളൂ പ്രായം. അവനെ പൊന്നോമന പോലെ വളർത്തിക്കൊണ്ട് വന്ന് അവനെ ഒരു കരക്കെത്തിക്കാൻ അമ്മ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചുവിന് അവനെ ഒരു വളർത്തമ്മയുടെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും ഈ കുഞ്ഞിന് വേണ്ടി ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് അത് കുടുംബമായിട്ട് അവരെല്ലാവരും ഐക്യതയോട് സ്നേഹത്തോട് തന്നെ മുൻപോട്ട് പോകട്ടെ. അതാണ് എൻ്റെയും പ്രാർത്ഥന, എൻ്റെ ആഗ്രഹം. ആരൊക്കെയോ പറഞ്ഞു ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവരെ യോജിപ്പിക്കാനാണ് നോക്കേണ്ടത്, മറിച്ച് ബിഷപ്പ് അവിടെ ചെന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണ്. നെവർ. ഞാൻ ഒരിക്കൽ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ വീട്ടിൽ ഇവർ കുടുംബ പ്രാർത്ഥനയിലും അവരെന്നും ഈ രാഹുൽ ദാസ് എന്ന് പറഞ്ഞ കിച്ചുവിന് വേണ്ടി ഒരു പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും.
ഞാൻ എപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നാൽ ഇവിടുത്തെ മാതാപിതാക്കളും ഇവർ പേര് പറഞ്ഞ് ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ കുടുംബത്തെ കുത്തിത്തിരിക്കാൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നതാണ് ചിലവർ പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ ഞാൻ അച്ഛൻ്റെ ഭാഗത്താണ് സപ്പോർട്ട്. എന്ന് വെച്ചാൽ അച്ഛൻ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് വിശ്വാസമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ അച്ഛനെ റെസ്പെക്ട് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ദേഷ്യം വരേണ്ട ഒരാൾ, അതായത് രേണുസുതിക്ക് എഗെയിൻസ്റ്റ്, അതായത് രേണുസുതിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പുള്ളിക്കാരി ചെയ്തു കൊടുത്തു, അച്ഛന് എഗെയിൻസ്റ്റ് ചെയ്തു കൊടുത്ത ഭയങ്കര കുറേ കാര്യങ്ങളൊക്കെ അച്ഛന് എഗെയിൻസ്റ്റ് ഭയങ്കര മോശമായി കാര്യം രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടത്തൊക്കെ. ഇത് അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരേണ്ടത് ഈ അച്ഛനാണ്, ഈ നോബൽ ഫിലിപ്പ് എന്ന് പറഞ്ഞ അച്ഛനും. ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ആയിരിക്കും ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവേണ്ടത് രേണുസുതിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. അതായത് ഇവർക്ക് അച്ഛൻ സ്ഥലം കൊടുത്തു, ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വീട് വെച്ച് കൊടുത്തു. ആ വീടിന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീടിനെ കുറിച്ച് കുറ്റങ്ങൾ പറയുന്നു, അതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്യുന്നു, അച്ഛനെ അഗെയിൻസ്റ്റ് വീഡിയോ ചെയ്യുന്നു രേണുസുതി. അങ്ങനെയുള്ള ഒരു ആൾക്കാർ, അങ്ങനെയുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാകുന്നത്. അതായത് ഫ്രീ ആയിട്ട് കൊടുത്തൊരു സാധനം, അച്ഛൻ ഫ്രീ ആയിട്ട് കൊടുത്ത സാധനം ഈ രേണുസുതി എഗെയിൻസ്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛന് കുറേ നഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും, അതായത് അച്ഛനെക്കുറിച്ച് ഇത്രയും മോശമായിട്ട് പറഞ്ഞിട്ട് പോലും രേണുസുതിക്ക് ഒരു മോശം സിറ്റുവേഷൻ വന്ന സമയത്ത് ഈ ഫിറോസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും അച്ഛനും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്ത്, അതായത് ഫിറോസൊക്കെ പുള്ളിക്കാരൻ ഒഫീഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണുസുതിയുടെ അസുഖമൊക്കെ നല്ല രീതിയിൽ ഭേദമാവട്ടെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അച്ഛൻ്റെ രീതിയിലൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. നല്ല കാര്യമല്ലേ? അതായത് ഏറ്റവും കൂടുതൽ ശത്രുത, അതായത് അവരുടെ പൈസ മുടക്കി അതൊരു ഫ്രീ ആയിട്ടൊരു സാധനം കൊടുത്തു, അവർക്കാണ് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടാവേണ്ടത്. അങ്ങനെ ലോജിക്കലി നോക്കുകയാണെങ്കിൽ അവർക്ക് പോലും ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർക്കാണ് ഈ പ്രശ്നം. അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കണേ അച്ഛനായിരുന്നു. അച്ഛന് യാതൊരു പ്രശ്നമില്ല. അച്ഛനെ ഇപ്പോൾ രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുന്നപ്പോൾ എന്നാ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛനിപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ്, അത് രേണുസുതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാൻഡിൽ യാതൊരു തെറ്റും എനിക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി വളരെ വേഴ്സ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കണ്ടീഷൻ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് ഒരാൾ താഴ്ന്നു കിടക്കുന്ന സമയത്ത്, വീണ് കിടക്കുന്ന സമയത്ത് ഒന്ന് കൈ കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അതിൽ വീണ് കിടക്കുന്നതിന് അപ്പോഴും ചവിട്ടി താത്താൻ നോക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ച് അതിനോടൊപ്പം ബിഷപ്പ് നോബൽ ഫിലിപ്പ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഞാനും രേണുസുതിയും തമ്മിൽ പലവിധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് സോഷ്യൽ മീഡിയയില. പക്ഷേ മറിച്ചൊരു കാര്യം എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടായിട്ട് ഞാൻ പറയാം, വ്യക്തിപരമായിട്ട് ഞാനോ രേണുസുതിയോ തമ്മിൽ ഒന്നും സംസാരിക്കുകയോ ഒരു വഴക്കുണ്ടാവോ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഉണ്ടായിട്ടില്ല. സോഷ്യൽ മീഡിയ വഴി ഇങ്ങോട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, രേണുസുതിയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് രേണുസുതി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് വിവിധമായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ അതൊരു എന്താണ് പറയുക, ഒരു ചർച്ചകൾക്കും വലിയൊരു കൊടിയമായിട്ടുള്ള വലിയ ഒരു സൈബർ ബുള്ളിങ്ങിനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നെ ഒരുപാട് കല്ലെറിയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഒരുപാട് കല്ലെറിയുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ, ഇപ്പോൾ ഞാൻ രേണുസുതിയെ ചേർത്ത് പിടിച്ചു. ഞാൻ രേണുസുതിയെ എതിർത്ത സമയത്ത് ഒരു വിഭാഗം ആൾക്കാർ എന്നെ ചീത്ത വിളിക്കുമായിരുന്നു, ഒരു വിഭാഗം ആൾക്കാർ അന്നെ പ്രൈസ് ചെയ്യുമായിരുന്നു. അയ്യോ ബിഷപ്പ് അങ്ങനെ ഇങ്ങനെ. ഞാൻ വളരെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറയാനാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഈ സമയത്ത് എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരായുസിലേക്ക് വരുത്തി ഈ പിഞ്ചു കുഞ്ഞിന് ഒരമ്മ ആവശ്യമായിട്ടുണ്ട്. ഞാനതാണ് നിങ്ങളോട് പറയുന്നത്. ഈ പൊന്നോമന പുത്രന് ഇവനൊരമ്മ ആവശ്യമായിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കണം. ആ കുഞ്ഞിനെ അവനെ നല്ല രീതിയിൽ അവനിപ്പോൾ 6 വയസ്സേ ഉള്ളൂ പ്രായം. അവനെ പൊന്നോമന പോലെ വളർത്തിക്കൊണ്ട് വന്ന് അവനെ ഒരു കരകെത്തിക്കാൻ അമ്മ ആവശ്യമുണ്ട്. ഈ അച്ഛൻ പറഞ്ഞത് നല്ല പോയിന്റ് ഉണ്ട്. അതായത് ഒരാൾ വീണ് കിടക്കുമ്പോഴല്ല അയാളെ കുറിച്ച് കുറ്റം പറയുന്നത്. ഈ ഒരു കാര്യത്തിൽ ഞാൻ കംപ്ലീറ്റ്ലി അച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് രേണുസുതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സമയത്തും അച്ഛനെ നെഗറ്റീവ് പറയുന്നുണ്ട്, രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോഴും അച്ഛന് നെഗറ്റീവ് കിട്ടുന്നുണ്ട്. അത് നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും തെറി കേൾക്കേണ്ടതൊക്കെ അച്ഛൻ കേൾക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. 2 വിഭാഗം, ഒരു അമ്മയെ തല്ലി കഴിഞ്ഞാൽ 2 വിഭാഗം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞാൻ രേണുസുതിയുടെ, അതായത് പുള്ളിക്കാരിയുടെ എല്ലാ കാര്യം സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു വിഷയം, അതായത് ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ഉടായിപ്പാന്ന് പറഞ്ഞ് വരുന്നവരടുത്തൊക്കെ, പിന്നെ പുള്ളിക്കാരുടെ ട്രീറ്റ്മെൻ്റ് കൂടെ ഇപ്പോൾ പുള്ളിക്കാരി റീച്ചിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നവരടുത്തൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പുച്ഛമേ ഉള്ളൂ. റീച്ചിന് വേണ്ടിയിട്ട് അത്രയും മാത്രം അതിപ്പതിച്ചു എന്ന് എനിക്ക് തോന്നുന്നില്ല രേണുസുതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ ഇറങ്ങിയ സമയത്ത് പുള്ളിക്കാരിക്ക് ആവശ്യത്തിന് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊളാബൊക്കെ കിട്ടി, അത്യാവശ്യം റീച്ചും അത്യാവശ്യം പൈസയൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാരിയാണ്. പുള്ളിക്കാരിക്ക് സബ്സ്ക്രിപ്ഷനിൽ കൂടെ തന്നെ ഏകദേശം 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു 3 മിനിറ്റ് റീലിട്ട് കഴിഞ്ഞാൽ തന്നെ പുള്ളിക്കാരിക്ക് മാസം പൈസ കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ അത് മുടക്കിയിട്ട് പുള്ളിക്കാരിക്ക് ഈ യൂട്യൂബിൽ വന്നിട്ട് ഇതേപോലെ മുട്ടയടിച്ചിട്ട് ഇതേപോലെ ആക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും. ഇതേപോലത്തെ അപ്ഡേറ്റ്സിനാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.